വിയർപ്പൊഴുക്കുന്ന ഒരു നെറ്റിത്തടം, ഇതൊരു പൗരുഷത്തിന്റെ ഭാവമായിട്ട് പ്രകടിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അധ്വാനിയായിരിക്കണം മനുഷ്യൻ എന്നാണ്. എന്നാൽ ഇന്ന് നാം കാണുന്നതോ അധ്വാനമില്ലാതെ എങ്ങനെയൊക്കെ പൈസ നമ്മുടെ കയ്യിൽ വരുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ സിസ്റ്റങ്ങളാണ് അല്ലേ. എങ്ങനെ നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ അടുത്ത് ഒരു റിപ്പോർട്ട് വന്നു. ഈ 3 വർഷത്തിനിടയായി 1200 കോടി രൂപയാണ് മലയാളിക്ക് നഷ്ടപ്പെട്ടത് എന്നാണ്. പല ആളുകളുടെയും കരങ്ങളിലൂടെ പറ്റിക്കപ്പെട്ടത് 1200 കോടി രൂപയാണ്. 1200 കോടി രൂപ. അവിടെ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ പരാതി നൽകാൻ മടിച്ചിരിക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടാണ്. ചിലർക്ക് സോഴ്സ് കാണിക്കേണ്ടി വരും എന്നതുകൊണ്ട് പരാതി നൽകാത്തവരുണ്ട്, കോടികൾ നഷ്ടപ്പെട്ടു. മറ്റു പല ആളുകളും മാനക്കേട് വായതുകൊണ്ട് നീ അതിൽ പെട്ടുപോയോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇപ്പൊ എല്ലാ ആളുകളും എങ്ങനെ എന്റെ പണം കൊണ്ട് ഈ 1 ലക്ഷം ഉണ്ടെങ്കിൽ അത് 10 ലക്ഷം നാളേക്കാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പെട്ടുപോവുകയാണ്. അപ്പൊ അധ്വാനശീലത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അധ്വാനമില്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണം അതിൽ ബറക്കത്തുണ്ടാവില്ല, അത് പലപ്പോഴും നശിച്ചു പോകുന്നതാണ് എന്നാണ് നമ്മൾ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. 2 ദിവസം മുമ്പാണ് കോഴിക്കോട് ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് 65 ലക്ഷം രൂപ 65 ലക്ഷം രൂപ ഓൺലൈൻ വഴി വിദേശ നാണയ വ്യാപാരം നടത്തി തരാം എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന് മണി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി അറിയാം, സാക്ഷരതയ്ക്ക് ഒരു കുറവില്ല, പക്ഷെ സാമ്പത്തിക സാക്ഷരത ഉണ്ടായില്ല എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള 65 ലക്ഷം നഷ്ടപ്പെട്ടു. ഈ വർഷത്തിന്റെ തുടക്കം പെരുമ്പാവൂരിലെ ഒരു വ്യവസായി, അദ്ദേഹത്തിന് 4.5 കോടി രൂപയാണ് ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ പണം ഞങ്ങൾ ജനറേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു. 4.5 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിൽ 1 crore അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. ആലോചിച്ചു, എത്ര ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ പണം ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അധ്വാനമില്ലാതെ, മെയ്യനങ്ങാതെ, വിയർക്കാതെ എങ്ങനെ പണം ജനറേറ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അതിൽ വലിയ വലിയ ഡോക്ടറേറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്കൊക്കെ പലപ്പോഴും അതിന്റെ പരിണിത ഫലം കരച്ചിലാണ്, സങ്കടങ്ങളാണ്, എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒരുപാട് നിരക്ക് ഞാൻ ലാഭം ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണെങ്കിൽ അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കാൻ പാടില്ല. അധ്വാനശീലത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അധ്വാനമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്നതൊക്കെ ബറക്കത്ത് കുറഞ്ഞതാണ്, അത് നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. പഴയ കാലത്ത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ആടും തേക്കും മാഞ്ചിയും എന്നൊക്കെ പറഞ്ഞ കുറെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അല്ലെ. അതിന്റെ ന്യൂ ജനറേഷൻ വേർഷനുകളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ട്രേഡ് സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞ് പലപ്പോഴും